അപ്പോൾ ഈ പടം കാണാൻ പോകുന്നതിന് മുൻപ് ഞാൻ ചെയ്തൊരു നല്ല കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും അന്വേഷിക്കാൻ നിന്നില്ല എന്നത് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് റിവ്യൂസിനെ അല്ല, അതിന് മുൻപ് വരുന്ന പടത്തിന്റെ ട്രെയിലറോ ടീസറോ പാട്ടുകളോ ഒന്നും തന്നെ കാണാൻ നിന്നിട്ടില്ല. വളരെ ജെനുവിനായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിവിൻ പോളി പടങ്ങളിൽ ഒരു പ്രതീക്ഷ വെക്കാറില്ല എന്നത് തന്നെയാണ് ആ ഒരു ആക്ടിന് പിന്നിലുള്ള കാരണം. അങ്ങനെ ഇത് ഏത് ടൈപ്പ് സിനിമയാണെന്ന് പോലും കൃത്യമായി അറിയാതെ ടിക്കറ്റ് എടുത്ത് പടത്തിന് കയറിയിരുന്നു. പക്ഷെ സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു ഭയങ്കര സന്തോഷം വന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു പുതിയ കാലത്തിന്റെ സിനിമയല്ല. അതായത് പുതിയ കാലഘട്ടത്തിന്റെ രീതിയിലുള്ള മേക്കിങ്ങോ കഥാപശ്ചാത്തലമോ ഒന്നും തന്നെ ഈ സിനിമയിലില്ല. മറിച്ച് ഈ സിനിമ നിങ്ങളെ ഏതാണ്ട് ഒരു 10-15 വർഷം പുറകിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ പുറകിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അധികം ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ലാത്ത, എന്നാൽ എനിക്ക് അതുവരെ നന്നായി വർക്കൗട്ടായ ഒരു നല്ല സിനിമയാണല്ലോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതായിരുന്നു ആ സന്തോഷത്തിന് കാരണം. ഇനി സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ നമ്മളെ ചിരിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. ആൻഡ് അതിന് പിന്നിലെ മാസ്റ്റർ ആരാണെന്ന് പറയണ്ടല്ലോ, നമ്മുടെ സ്വന്തം നായകൻ. എന്ന് വെച്ചാൽ ഇതിലെ പല കോമഡി രംഗങ്ങളും സാധാരണ സീനുകളാണ്, പക്ഷെ അത് ഇയാൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് കോമഡിയായി മാറുകയാണ്. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ ഈ പടത്തിലെ ചില കോമഡി രംഗങ്ങളുടെ സ്ക്രിപ്റ്റ് നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നായകൻ ഒരു പ്രത്യേക രീതിയിൽ ചിരിക്കുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിൽ കണ്ട് നായകൻ ഒരു പ്രത്യേക രീതിയിൽ ചിരിക്കുന്നു, അയാൾ മനസ്സിൽ കണ്ട കാര്യം മനസ്സിലാക്കി നായിക ചിരിക്കുന്നു. ഇതൊക്കെയായിരിക്കും അവർ പേന കൊണ്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ ഈ നായകന്റെ കഴിവാണ് ആ ഒരു പ്രത്യേക ചിരിയിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്നുള്ളത്. യെസ്, ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഈ പടത്തിൽ 2-3 സ്ഥലത്ത് നിവിൻ പോളി ചിരിക്കുന്ന രീതി മാത്രം കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, തിയേറ്ററിലെ മറ്റുള്ളവർക്കും. സോ അങ്ങനെ ഒരു തണുത്ത കാറ്റ് പോലെ വന്ന് നമ്മളെ തട്ടി ഈ സിനിമ അങ്ങ് പോകും. ഇനി മറ്റു ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ ചുരുക്കം ചില സീനുകളിൽ നമുക്ക് നമ്മുടെ പഴയ ജോർജിനെയും കാണാൻ കഴിയും. ഓൾസോ നിവിൻ പോളിയുടെ ഐക്കണിക് ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് എന്നല്ല, ശരിക്കും അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സ്ലാപ്പ് എന്ന് വിളിക്കണം, അതും നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. ഇനി വേറൊരു കാര്യം, ഈ ലോകത്ത് ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയാറ്. അങ്ങനെയുള്ള ഒരാളുടെ രണ്ടാമത്തെ ആളെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. എന്ന് വെച്ചാൽ നിങ്ങളിൽ എത്ര പേർക്ക് ബോളിവുഡ് ആക്ട്രസ് സാറ അലി ഖാനെ അറിയാം? അവരുടെ ഒരു 9/10 കോപ്പി ഈ സിനിമയ്ക്കകത്തുണ്ട്. അല്ല, 10/10 തന്നെ. പ്രത്യേകിച്ച് ഈ കഥാപാത്രം സംസാരിക്കുമ്പോൾ എനിക്ക് എക്സാക്ട്ലി ആ ബോളിവുഡ് ആക്ട്രസിനെയാണ് ഓർമ്മ വരുന്നത്. സോ ഞാൻ മേൽപ്പറഞ്ഞ ആക്ട്രസിനെ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ പടം കാണാൻ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ആക്ട്രസിന്റെ ഏതെങ്കിലും സിനിമയിലെ ഒരു സീനോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ അവർ സംസാരിക്കുന്നതോ ഒന്ന് പോയി കാണുക. ദെൻ ഈ സിനിമ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ആക്ട്രസിന്റെ പേര് സാറ അലി ഖാൻ. ഇനി അവസാനത്തത് ഫിറ്റ്നസിനെ പറ്റിയാണ്. ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിൽ അരങ്ങേറിയ ഒരു സഹതാരവും ഒരു 15 വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിൽ അരങ്ങേറിയ മറ്റൊരു സഹതാരവും ഈ സിനിമയിലുണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് കാണുമ്പോൾ ആ പ്രായം കൂടിയ ആൾ ഒരുപാട് ചെറുപ്പമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് വാസ് ഓൾ അബൌട്ട് ഫിറ്റ്നസ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നിവിൻ പോളിയുടേതായി ഒരു ബി ഉണ്ണികൃഷ്ണൻ ചിത്രം വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ സംഗതിയാണെന്നാണ് കേട്ടത്. ഒരുപാട് അടിപൊളിയാവുകയൊന്നും വേണ്ട. ക്ലൈമാക്സിൽ നായകന്റെ ഐഡന്റിറ്റി മാറ്റുന്ന ആ ഒരു അവിഞ്ഞ ട്വിസ്റ്റ് ഒന്നും ഉപയോഗിക്കാതിരുന്നാൽ മതി. സോ ആ പടം കൂടി ഒന്ന് ഡീസന്റ് ആയാൽ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ആള് പൂർണ്ണമായി തിരിച്ചെത്തി കഴിഞ്ഞു.